ശബരിമലയിലെ സ്വർണ്ണപ്പാളി സ്വർണ്ണപീഠ വിവാദങ്ങളിൽ സ്പോൺസർ ഉണ്ണികൃഷ്ണപൂരിയുടെ ഇടപാടുകളിൽ വിശദമായ അന്വേഷണത്തിനും ചോദ്യം ചെയ്യലിനും ദേവസ്വം വിജിലൻസ്. ശബരിമലയുടെ പേരിൽ തട്ടിപ്പ് നടത്തി സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയോ എന്നത് പരിശോധിക്കും. 1999 മുതലുള്ള ഇടപെടലുകൾ അന്വേഷിക്കണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് 24 പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അവസാനിക്കണമെങ്കിൽ ഇതിനെല്ലാം സംബന്ധിച്ചൊരു സമഗ്രമായ അന്വേഷണം വേണം. അത് അവിടുത്തെ താങ്ങുവിടത്തെ സംബന്ധിച്ചാവട്ടെ, തൂക്കം കുറവിനെ സംബന്ധിച്ചാവട്ടെ, ഇപ്പോൾ ഈ സ്പോൺസറുടെ ആധികാരികതയെ സംബന്ധിച്ചാവട്ടെ, എന്തുമാവട്ടെ 99 മുതൽ ഇപ്പോൾ 2025 വരെയുള്ള കാര്യങ്ങൾ ഈ അന്വേഷണ പരിധിയിൽ വരട്ടെ. ഇതിൽ കൃത്യമായൊരു അന്വേഷണം വേണം ഇതിനകത്ത്. അത് ഞങ്ങൾ കോടതിയോട് ആവശ്യപ്പെടും. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് 2019 ഉത്തരവിലും ചെമ്പുപാളി എന്നൊക്കെ എഴുതിയിരിക്കുന്നത് സാങ്കേതികമായി മാത്രമേ ഉള്ളൂ. പക്ഷേ അതും കൃത്യമായ പ്രൊസീജിയർ അനുസരിച്ച് ശാസ്ത്രവിധി പ്രകാരം ചെയ്യണമെന്ന് തന്നെയാണ് ബോർഡ് ഉത്തരവുള്ളത്. പിന്നീട് എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട് ഇയാളെ നേരിട്ട് കൊടുത്തു വിട്ടു എന്ന് ആരോപണമുണ്ട്. അതൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു വീഴ്ചയായി മാത്രമേ എനിക്കതിനെ കാണാൻ സാധിക്കുള്ളൂ. പക്ഷേ 2019 ബോർഡ് ഉത്തരവും കൃത്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിവാദങ്ങളിൽ വിശദീകരണമായി ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാർ രംഗത്തെത്തി. ദേവസ്വം മാനുവൽ ലംഘിച്ചുവെന്ന് ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ K. അനന്തഗോപന്റെ ആരോപണം അടിസ്ഥാനരഹിതമെന്ന് A. പത്മകുമാർ പറഞ്ഞു. മുൻ ദേവസ്വം മന്ത്രി G. സുധാകരന്റെ പരാമർശത്തെ പരോക്ഷമായി പത്മകുമാർ വിമർശിക്കുകയും ചെയ്തു. ഇന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത് ഈ കഴിഞ്ഞ കാലത്ത് അവിടെ സ്വർണം പൊതിഞ്ഞത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും 1999 മുതലുള്ള മുഴുവൻ കാര്യങ്ങളും ശബരിമലയുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി ഇതിൽ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ബോധ്യപ്പെടണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അന്നത്തെ ബോർഡിൻ്റെ തീരുമാനം, എൻ്റെ കൈപ്പടയിൽ എഴുതിയ തീരുമാനം അവിടെ നന്നായിട്ട് കിടപ്പുണ്ട്, ഒരു കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് അന്വേഷിച്ചിട്ട് കണ്ടുപിടിക്കട്ടെ. AV ജയശങ്കർ വാർത്തയുടെ ചെയ്തു. ജയശങ്കർ, 2019 ഉത്തരവിൽ പ്രശ്നമില്ല എന്ന് PS പ്രശാന്ത് പറയുന്നത് എങ്ങനെയാണ്? കാര്യം 98-99 വിജയ് മല്യ അതിൽ സ്വർണം പൂശിയ കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. പത്രവാർത്ത അടക്കം അക്കാര്യം അടക്കം വന്നതാണ്. ഹൈക്കോടതി അത് ഗോൾഡ് കാർഡെന്ന് കൃത്യമായി പറഞ്ഞതാണ്. അതിനുശേഷം 2019 ദേവസ്വം ബോർഡ് എന്ന ഉത്തരവിൽ പറയുന്നത് ആ സ്വർണ്ണമെന്ന് മിണ്ടുന്ന ഒരക്ഷരം മിണ്ടുന്നില്ല. ചെമ്പുപാളിയിൽ സ്വർണം പൂശാൻ ഇളക്കി കൊടുക്കുന്നു എന്നാണ് ഉത്തരവിൽ പറയുന്നത്. ആ ഉത്തരവ് പ്രശ്നമില്ലാത്ത ഉത്തരവ് എങ്ങനെയാണ് PS പ്രശാന്ത് പറയുന്നത്? ജയശങ്കർ, അത് പ്രശ്നമുള്ള ഉത്തരവാണ്. ആശ്മി, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള അന്വേഷണവും നേരിടാൻ തയ്യാറാണ്. ഹൈക്കോടതിയുടെ തന്നെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം നടക്കട്ടെ എന്നാണ് ദേവസ്വം ബോർഡ് PS പ്രശാന്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലവിൽ നടത്തുന്ന പ്രതികരണം. ഈ ആദ്യഘട്ടത്തിൽ തന്നെ ഈ വിവാദങ്ങൾ ഉണ്ടായപ്പോൾ തന്നെ അദ്ദേഹം എല്ലാ തരത്തിലുള്ള അന്വേഷണങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ആ നിലപാട് വീണ്ടും ആവർത്തിക്കുന്നു. അതായത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം നടക്കട്ടെ. ഇത് വർഷങ്ങളായുള്ളതാണ്. അന്ന് സ്വർണം പൂശിയതുമാണ്. അത് 1999 മുതൽ ഇങ്ങോട്ട് 2025 വരെ എല്ലാ രേഖകളും അതുപോലെ പരിപാലിച്ചു എന്നാണ്. അപ്പോൾ ആ വിഷയത്തിൽ അന്വേഷണം നടത്തട്ടെ എന്നൊരു നിലപാടാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലവിൽ സ്വീകരിക്കുന്നത്. ഒപ്പം തന്നെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഈ പ്രശാന്തിൻ്റെ പ്രതികരണങ്ങളെ, അല്ലെങ്കിൽ പ്രശാന്ത് ഈ അന്വേഷണം നടത്തണമെന്ന ആവശ്യത്തെ അദ്ദേഹം ചോദ്യം ചെയ്യുകയാണ്. തനിക്ക് പ്രത്യേകിച്ചൊന്നും മറച്ചു വെക്കാനില്ല. തൻ്റെ കാലത്ത് ചെമ്പുപാളിയിൽ തന്നെയാണ് സ്വർണം പൂശിയെന്ന ഒരു നിലപാടിൽ പത്മകുമാറും ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതെങ്കിലും തരത്തിൽ സ്വർണമോ മറ്റോ കുറഞ്ഞു എന്ന് കണ്ടെത്തിയാൽ, അല്ലെങ്കിൽ അത്തരം എന്തെങ്കിലും കണ്ടെത്തലുണ്ടായാൽ താൻ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കാമെന്നൊരു പരാമർശവും പത്മകുമാറിൻ്റെ ഭാഗത്തുണ്ട്. ഒപ്പം തന്നെ ഈ ദേവസ്വം ബോർഡിൻ്റെ തന്നെ CPM നോമിനിയായി വന്ന അനന്തഗോപൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പരാമർശങ്ങളെ പത്മകുമാർ ഗണ്ണിക്കുന്നുണ്ട്. അതായത് ഈ ദേവസ്വം മാനുവൽ ഉൾപ്പെടെ ലംഘിച്ചുകൊണ്ട് അതൊക്കെ മറികടന്നുകൊണ്ടാണ് 2019 ഈ പാളി അറ്റകുറ്റപ്പണിക്കായി ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയത് എന്നൊരു ആക്ഷേപത്തെ അദ്ദേഹം ഗണ്ണിക്കുന്നുണ്ട്. അതായത് പൂർണ്ണമായും എല്ലാ ചട്ടങ്ങളും പാലിച്ചു തന്നെയാണ് ഇത് കൊണ്ടുപോയത്. ഒപ്പം തന്നെ ഈ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ, അതായത് അനന്തഗോപനെ തന്നെ ലക്ഷ്യമിട്ടാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ വിദേശയാത്ര ഒക്കെ നടത്തിയത് ചട്ടങ്ങൾ പാലിച്ചാണോ എന്നും പത്മകുമാർ ചോദിക്കുന്നു. ഒപ്പം തന്നെ G. സുധാകരനും വിമർശനമുണ്ട്. പരോക്ഷമായാണ് അദ്ദേഹത്തിനെതിരെയുള്ള വിമർശനം. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഈ വിവാദങ്ങളിലൊക്കെ പ്രതികരിച്ചു. അതിനാണ് ഇത്തരം ആളുകളൊക്കെ ഉള്ളതാണ് ഞങ്ങളുടെ പാർട്ടിക്ക് മെച്ചം എന്ന രീതിയിൽ വിമർശനം ഉണ്ടാകുന്നത്. എന്തായാലും കേവലം വാക്പോരുകൾക്കപ്പുറം അതിൽ നിൽക്കുന്ന ചോദ്യങ്ങൾ അവിടെ ബാക്കി നിൽപ്പുണ്ട്. അത് 99 വിജയ് മല്യ സ്വർണം പൂശിക്കൊടുത്ത, അല്ലെങ്കിൽ അത് കേവലം ഗോൾഡ് പ്ലേറ്റിംഗ് അല്ല, ഗോൾഡ് ക്ലാഡിംഗ് എന്ന് പറഞ്ഞാൽ സ്വർണം പൊതിയലാണ്. സ്വർണം പൊതിഞ്ഞു കൊടുത്ത സ്വർണം 2019 ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവിൽ അത് ചെമ്പും, അത് ആ സ്വർണ്ണത്തെപ്പറ്റി മിണ്ടാതെ ചെമ്പാവുന്നത് എങ്ങനെയാണെന്ന ചോദ്യം അവിടെയുണ്ട്. എങ്ങനെയാണ് തിരിച്ചു വരുമ്പോഴേക്കും ഇവിടുന്ന് ഇളക്കിക്കൊണ്ടുപോയ സ്വർണ്ണപ്പാളി തിരിച്ചു വരുമ്പോഴേക്കും തൂക്കിയ കണക്ക് മഹസൽ രേഖപ്പെടുത്താതിരിക്കാൻ ആരൊക്കെ കൂട്ടുന്നു എന്ന ചോദ്യം അതിനുണ്ട്. തിരിച്ചു വന്നപ്പോഴേക്കും 4 കിലോ കുറവുണ്ടായ കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യം. പിന്നെയും 2025 ഇതേ പോറ്റിക്ക് തന്നെ കൊടുക്കാൻ പിന്നിലെ തീരുമാനത്തിലെ ചേതോവികാരം എന്താണ് തുടങ്ങിയ
ദുരൂഹത നിറഞ്ഞ കുറേ അധികം ചോദ്യങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ ആ ചോദ്യങ്ങൾക്കിടയിൽ ഈ പറയുന്ന കേവല വാക്പോരുകൾക്ക് വലിയ കഥയുണ്ടോന്ന് അറിയില്ല. ജയശങ്കർ, അശ്മി, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്, ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. പക്ഷേ അതിനെല്ലാം തന്നെ അന്വേഷണം നടക്കുക എന്നത് പ്രധാനമാണ്. കാരണം 2019 ഈ പാളി അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോവുകയും പിന്നീട് ഏതെങ്കിലും തരത്തിലുള്ള രൂപമാറ്റം വരുത്തിയോ ഇല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ചില ആരോപണങ്ങളൊക്കെ ഉണ്ടായി. ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ച ഉൾപ്പെടെയുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളൊക്കെ ഉണ്ടായി. മഹേഷ് പണിക്കർ എന്ന് പറയുന്ന ചർച്ചയിൽ ഒരാൾ പറയുന്നുണ്ടായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.